വർഗീയ കേരളം വികസിത കേരളത്തിന് വഴിമാറുമ്പോൾ എത്ര മനോഹരമാണ് കേരളം. ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ നവോത്ഥാനം നടന്നുവെന്നും നവോത്ഥാന സമിതി തന്നെ ഉണ്ടാക്കി പിണറായി വിജയൻ. അതെല്ലാം ഉഡായിപ്പായിരുന്നു എന്ന് ഇപ്പോൾ മനസ്സിലാവുന്നില്ലേ? ഗുരുദേവനും ആദിശങ്കരനാണ് ആദ്യം ഇവിടെ വന്ന ആത്മീയമായി ഇവിടെ ഉണ്ടായ നേതാവ്. അതിൽ കഴിഞ്ഞ് അതവിടെ നിൽക്കട്ടെ, അത് വേറെ ആത്മീയത, പ്യുവറായിട്ടുള്ള ആത്മീയതയാണ് പറയുന്നത്. ഭൗതികതയും വേറൊരു തരത്തിലേക്കുള്ള പറയുന്നത്. അതേസമയം ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും അയ്യാഗുരുവും തെക്കാട് അയ്യാഗുരുവും അയ്യങ്കാളിയും വൈകുണ്ഠസ്വാമിയും അതുപോലെ അന്ന് തുടങ്ങിയിട്ടുള്ള വന്നിട്ടുള്ള അവർ ഉഴുതുമറിച്ച ഒരു നിലമൊരുക്കിയ ഒരു മണ്ണിൽ പിന്നെ വന്നിട്ടുള്ള പുരോഗമനപരമായി ചിന്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ എല്ലാ പാർട്ടികളിലും ഒരു പുരോഗമനപരമായ ചിന്തകളും പ്രവർത്തികളും വന്ന് എപ്പോഴും മതത്തെയും ജാതിയെയും തുല്യമായി അകലത്തിൽ നിർത്താൻ ശ്രമിച്ചു. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ന്യൂനപക്ഷത്തെയും ഭൂരിപക്ഷത്തെയും മാറി 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 പ്രീണിപ്പിച്ചു കൊണ്ടുവരുന്നു. സദ്ദാം ഹുസൈൻ്റെ ഇറാഖിന്റെ സദ്ദാം ഹുസൈൻ്റെ മരണം അതിനെ കൃത്യമായി പ്രയോജനപ്പെടുത്തി. EMS മുത്തലാഖിനെ കൃത്യമായി പിന്നെ അതിനെ പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചു. 2 ഘട്ടം 4 ഘട്ടം വേണ്ടി വന്നാൽ EMSന്റെ ഭാര്യയും കെട്ടുമെന്നൊക്കെ പറഞ്ഞന്ന് മുദ്രാവാക്യം വന്നു. വളരെ വളരെ അന്തർജനത്തിനെ കെട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ വളരെ വലിയ തോതിലാണ് കേരളത്തിൽ വർഗീയതയും ജാതിമത സംഘടനകളും രാഷ്ട്രീയവുമായി എല്ലാ കാലത്തും ഇണങ്ങിയും പിണങ്ങിയും കൊരുത്തും കോർത്തും സംഗമിച്ചും അങ്ങനെ പോവുകയായിരുന്നു. ചില സമയത്ത് കൊരുക്കും, ചില സമയത്ത് കോർക്കും. ചിലപ്പോൾ ഇടതുപക്ഷത്തെ ന്യൂനപക്ഷത്തെ പോയി തലോടും, അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഭൂരിപക്ഷത്തെ പോയി തലോടും. ഭൂരിപക്ഷത്തെ തലോടുമ്പോൾ അതിൽ SNDP ചിലപ്പോൾ തലോടും, ചിലപ്പോൾ NSSനെ തലോടും, ചിലപ്പോൾ രണ്ടുപേരെയും തലോടും. അവരുടെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കും. അവർ ശരിക്കും പറഞ്ഞാൽ NSS SNDP ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അവർക്ക് കുഞ്ഞാവശ്യങ്ങളാണ്. ഇപ്പൊ തന്നെ പമ്പാ നദി സംരക്ഷിക്കാത്തത് എന്ത്, പമ്പാ നദിയിൽ തീട്ടക്കട്ടിയാണ് പോകുന്നതെന്നാണ് സുകുമാരൻ നായർ പറയുന്നത്. ആ സുകുമാരൻ നായർ മനസ്സിലാക്കേണ്ടത് പമ്പാ നദി എന്ത് കട്ടി പോയാലും ഗംഗാ നദി കേന്ദ്ര ഗവൺമെന്റ് ശുദ്ധീകരിച്ചില്ലേ, അതുപോലെ പമ്പാ നദി ശുദ്ധീകരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ശുദ്ധീകരിച്ചോ, പഞ്ചായത്തുകൾ ശുദ്ധീകരിച്ചോ എന്ന് സുകുമാരൻ നായർ ചോദിക്കുന്നില്ല. അപ്പൊ സുകുമാരൻ നായരുടെ രാഷ്ട്രീയം എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ശബരിമലയിൽ കയറിയതിന് ഇപ്പൊ CBI വരാത്തത്, CBI വരണമെങ്കിൽ കൃത്യമായ നയങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നീ കോടതി ഭരണം, അല്ലെങ്കിൽ സർക്കാർ കേരള സർക്കാർ ഭരണം, CBI വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് കേസ് വരെ കിടക്കുകയാണ്. അപ്പോൾ BJP കുറെ തെറി പറയുക, പിന്നെ കോൺഗ്രസിനെ കുറെ തെറി പറയുക, VD സതീശനെ കുറെ തെറി പറയുക. അങ്ങനെ തെറി പറയുമ്പോൾ വാസവന്റെ ഫോൺ വരിക. ഇതൊക്കെ ഇങ്ങനെ നമ്മൾ കാണുകയാണ്. ഇത് കാണുമ്പോൾ കേരള രാഷ്ട്രീയം, ഈ ചന്ദ്രശേഖർ പറയുന്ന വികസിത രാഷ്ട്രീയവും പോയി, പിന്നെ നമ്മുടെ പിണറായി വിജയൻ പറയുന്ന ക്ഷേമ രാഷ്ട്രീയവും പോയി. ഇനിയിപ്പോ പഠന കോൺഗ്രസ്, പിന്നെ CPM നടത്തുന്ന പഠന കോൺഗ്രസിനൊക്കെ എന്ത് പ്രസക്തി തന്നെ? CPM AKG സെന്റർ നടത്താൻ പോകുന്ന പഠന ഗവേഷണ കേന്ദ്രം നടത്തുന്ന പഠന കോൺഗ്രസിനൊന്നും ഒരു പ്രസക്തിയില്ല. ഇപ്പൊ പ്രസക്തി ജാതി മത വർഗ പരിഗണനകൾക്കനുസരിച്ച് ആരുടെ വോട്ട് ആര് പിടിക്കും, ആരെവിടെ നിൽക്കും എന്നുള്ള ചർച്ചയാണ്. ഇതിൽ തീക്കുണ്ടത്തിൽ വീണ്ടും എണ്ണ ഒഴിക്കുന്നത് പോലെ, ഡീസലും പെട്രോളും ഒക്കെ ഒഴിക്കുന്നത് പോലെ നല്ല രീതിയിൽ പെട്രോൾ ഒഴിക്കാൻ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഈ തീക്കുണ്ടത്തെ ആളി കത്തിച്ച് നിർത്താൻ CPM വല്ലാതെ പാടുപെടുന്നുമുണ്ട്. ബാലന്റെ പ്രസ്താവനയാവട്ടെ, ഗോവിന്ദന്റെ പ്രസ്താവനയാവട്ടെ, പിണറായിയുടെ പ്രസ്താവനയാവട്ടെ, പിന്നെ ബാലഗോപാലിന്റെ പ്രസ്താവനയാവട്ടെ, എല്ലാവരും MA ബേബിയുടെ പ്രസ്താവനയാവട്ടെ, എല്ലാവരും തോമസ് ഐസക്കിന്റെ പ്രസ്താവനയാവട്ടെ, എല്ലാവരും ഇതിനെ കത്തിച്ച് നിർത്തുന്നതിലൂടെയാണ്. വളരെ സിമ്പിളാണ് ലക്ഷ്യം, 3ാം ഭരണം. അത് പക്ഷെ 3ാം ഭരണം എന്ന് പറയുന്നത് 2 പ്രാവശ്യത്തെ ഭരണത്തിന്റെ നേട്ടങ്ങൾ പറഞ്ഞു വരാനല്ല, ഭരണ നേട്ടങ്ങൾ മുക്കുവാനും, അല്ലെങ്കിൽ ഭരണ നേട്ടങ്ങൾ അങ്ങനെ പറയാനില്ലാത്തത് കൊണ്ടാണോ, അത് പറഞ്ഞാൽ ക്ലച്ച് പിടിക്കാത്തത് കൊണ്ടാണോ എന്നൊന്നറിയില്ല. അതോ ശബരിമല കയറി മുകളിൽ നിൽക്കുന്നത് കൊണ്ടാണോ, അതോ CPM CPI സംഘർഷം കയറി മുകളിൽ നിൽക്കുന്നത് കൊണ്ടാണോ, എന്താണ് മുകളിൽ കയറി നിൽക്കുന്നതെന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണോ, അങ്ങനെയുണ്ട്. അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണോ CPM ഇരുട്ടിൽ തപ്പി ഈ വർഗീയ രാഷ്ട്രീയത്തെ ഇങ്ങനെ വല്ലാതെ കൊടുമ്പിരി കൊള്ളിക്കാനായിട്ട് നിൽക്കുന്നതെന്ന് കേരളത്തിൽ വലിയ രസകരമാണ്. ഇതിനിടയിൽ ഈഴവ നായർ ഐക്യമുണ്ടായി 10 വോട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന BJPയുടെ ഒരു തലവുമുണ്ട്. അവർ അതുകൊണ്ട് മുട്ടിന് വന്ന് പിന്നെ മുസ്ലിം ലീഗിനെയും ജമാഅത്ത് ഇസ്ലാമിയെയും തെറി പറയും. എന്നാൽ മുസ്ലിം ലീഗിന്റെ വേറൊരു പ്രശ്നം, പണമുള്ളവരാണ് എപ്പോഴും രാഷ്ട്രീയ പാർട്ടികളെ വർഗീയ സംഘടനകളെയും മതസംഘടനകളെയും ജാതി പാർട്ടികളെയും ജാതി സംഘടനകളെയും പണമുള്ളവർക്ക് കൈയടക്കാൻ പറ്റും, പള്ളിയൊക്കെ കയ്യിലുള്ളവർക്ക് കൈയടക്കാൻ പറ്റും. ലീഗ് എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര പാർട്ടി പോലെ, ഒരു മതേതര പാർട്ടി പോലെയൊക്കെ നിൽക്കുന്നു എന്ന് അവർ അവകാശപ്പെടുമ്പോഴും അവരുടെ അണികളെയും നേതൃത്വത്തെയും വളരെ കൃത്യമായി ഹൈജാക്ക് ചെയ്യുന്നതിൽ ജമാഅത്ത് ഇസ്ലാമി വിജയിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു പൊളിറ്റിക്കൽ നരേഷനും കേരളത്തിൽ കിടപ്പുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഒരു വശത്ത് ജമാഅത്ത് ഇസ്ലാമിയുടെ ചില ഇടപെടലുകൾ, അതിന്റെ ചില
അനുരണനങ്ങൾ. അതുകൊണ്ടാണ് ബാലൻ പറഞ്ഞത് ഇവിടെ UDF വന്നാൽ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കും എന്ന് പറയുന്നതിന്റെ വേറെ പൊരുൾ അതാണ്. അപ്പോൾ അത് ഇപ്പുറത്ത് അതിന്റെ രാഷ്ട്രീയം, അപ്പുറത്ത് ഭൂരിപക്ഷ വർഗീയതയുടെ രാഷ്ട്രീയം. തീർച്ചയായിട്ടും കേരളത്തിന്റെ വികസന രാഷ്ട്രീയം എവിടെ? ഇവിടത്തെ വിലക്കയറ്റം എവിടെ? ഇവിടെ അംഗനവാടികൾക്ക് പൈസ കൊടുക്കാത്തത് എവിടെ? ആശാ വർക്കേഴ്സിന് പണം കൊടുക്കാത്തത് എവിടെ? ഇവിടെ പിന്നെ ജയിലിൽ കിടക്കുന്നവർക്ക് 600 രൂപ കൊടുക്കുമ്പോൾ 1000 രൂപ 700 രൂപ കൊടുക്കുമ്പോൾ പുറത്ത് ജോലി എടുക്കുന്നവർക്ക് കൊടുക്കുന്ന പണം എവിടെ? DA എവിടെ? ശമ്പള പരിഷ്കരണം എവിടെ? പിന്നെ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാത്തത് എവിടെ? ലീവ് സറണ്ടർ എവിടെ? ഇങ്ങനെ വിലക്കയറ്റം, അതിലെല്ലാത്തിലും പ്രധാനമാണ് വീട്ടമ്മമാർ അനുഭവിക്കുന്ന ദുഃഖം. 500 രൂപയിൽ കൂടുതൽ വെളിച്ചെണ്ണയായിട്ട് ഇതുവരെ താഴുന്നില്ല. ഈ തേങ്ങയുടെ വില വളരെ വലിയ തോതിലാണ്. തെങ്ങിന്റെ നാട്ടിൽ തേങ്ങയ്ക്ക് ഇത്രയും വില. സാധാരണ മനുഷ്യന്റെ നട്ടല്ലൊടിക്കുന്ന രീതിയിലുള്ള വിലക്കയറ്റം, അഴിമതി, വിടക്കയറ്റം, സ്വജനപക്ഷപാതം, PSC നോക്കുകുത്തിയായി നിർത്തിക്കൊണ്ടുള്ള പരിപാടികൾ, ഇങ്ങനെ യൂണിവേഴ്സിറ്റികളെ നോക്കുകുത്തുകളായി നിർത്തിയുള്ള പരിപാടികൾ, ഇങ്ങനെ വൻതോതിലുള്ള പിന്നെ കാരുണ്യ പദ്ധതി ഇല്ലാക്കിയത്, ആശ്വാസകിരണം ഇല്ലാതാക്കിയത്, മെഡിസപ്പ് എന്ന് പറയുന്ന കൊള്ള, ഇങ്ങനെ തുടങ്ങി മനുഷ്യന്റെ നിത്യ ജീവിതത്തെ ബാധിക്കുന്ന, അവന്റെ അന്നത്തെ ബാധിക്കുന്ന, അവന്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന നൂറുകണക്കിന് അടിസ്ഥാന പ്രശ്നങ്ങളെ ചർച്ച ചെയ്യാതെ, ഇവിടെ 40 ലക്ഷം വരുന്ന യുവാക്കൾക്ക് ജോലി കൊടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാതെ, ഹുസൂറിലേക്ക് 13,000 രൂപയ്ക്ക് വണ്ടി കയറ്റി അയച്ചിട്ട് അതിൽ മേനി നടിക്കുന്ന മുൻ ധനകാര്യമന്ത്രി മുഖ്യമന്ത്രിയുമുള്ള നാട്ടിൽ വളരെ ഗതികെട്ടൊരു ഭരണ വ്യവസ്ഥയും ഗതികെട്ടൊരു സംവിധാനവും ഉണ്ടാക്കി വെച്ചിട്ട് അതിനെ ജനങ്ങൾ ഏറ്റെടുത്തു കളയുമോ എന്ന് പേടിച്ച് അവിടെ ജാതി കൊണ്ടുവയ്ക്കുക, മതത്തെ കൊണ്ടുവയ്ക്കുക, കൃത്യമായി നായരീഴ വൈക്കമൊക്കെ നടന്നോട്ടെ, അതൊരു രണ്ട് ജാതി സംഘടനകളല്ലേ, അവർ നടത്തട്ടെ. അവർ SNDPയും പിന്നെ NSSും ഒക്കെ അവർ സംഘടിപ്പിക്കുകയോ സംഗമിക്കുകയോ അവർ ഒന്നിച്ച് ഹിന്ദുവിന്റെ ആവശ്യങ്ങൾക്ക് ഫൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്തോട്ടെ. പക്ഷെ അതിൽ രാഷ്ട്രീയക്കാർ കയറി ഇടപെടരുത്. അതിൽ വാസവന്റെ ഫോൺ കാളിന് പ്രസക്തിയുണ്ട്, പിണറായിയുടെ കാറൽ കയറ്റലിന് പ്രസക്തിയുണ്ട്, ഒരുപാട്. അപ്പോൾ കേരളം വന്ന് ഇനിയും ചെറുപ്പക്കാർ കൂടുതൽ കേരളം വിട്ടുപോകുന്ന, ഒരിക്കൽ കൂടി വിവേകാനന്ദൻ ഇതുവഴിയെങ്ങാനും അദ്ദേഹത്തിന് ആത്മാവ് പോയാൽ ഇത് ഭ്രാന്താലയമെന്ന് ഞാൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു. ഇപ്പോൾ ഭ്രാന്താലയം മാത്രമല്ല, ഭ്രാന്തന്മാരുടെ പറുദീസയാണെന്ന് പറയുന്ന മതത്തിന്റെയും ജാതിയുടെയും രാഷ്ട്രീയത്തിന്റെയും കൂടിയുള്ള സംഗമ ബിന്ദുവായി കേരളത്തെ മാറ്റിയെടുക്കുന്നതിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ വിജയിച്ചു. തോറ്റത് ഇവിടുത്തെ ജനങ്ങളാണ്. ഇനി ആത്യന്തികമായി ആരാണ് തോൽക്കുന്നതെന്ന് ഈ തെരഞ്ഞെടുപ്പ് നമ്മെ ബോധ്യപ്പെടുത്തും. 4 മാസം കാത്തിരിക്കുക.